ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്താ പറഞ്ഞത്, ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയറുണ്ട്, സിസ്റ്റമുണ്ട്. എന്നിട്ട് നോക്കാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ്. അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോഴെടുത്ത നടപടി അത് നടപടിയുടെ ഒന്നാം ഘട്ടം മാത്രമാണ്. രണ്ടാം ഘട്ടം വരുന്നതേയുള്ളൂ. കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്ത് അക്കാര്യം തീരുമാനിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഉറപ്പിച്ചു പറയുകയാണ്. അതിന് പിറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതെന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഇതേ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതും കൂടി കേൾക്കാം. നിങ്ങൾ നോക്കിക്കോ, ഇതിൻ്റെ അകത്ത് കേരളത്തിലെ കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയും. കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന, മുന്നിൽ നിൽക്കുന്ന, ആർക്കും കുറ്റം പറയാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറും. അതനുസരിച്ചുള്ള തീരുമാനമുണ്ടാകും. ഇതാണ് വി ഡി സതീശൻ പറയുന്നത്. എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് നടപടിയുടെ ഒന്നാം ഘട്ടം മാത്രമാണ് എങ്കിൽ എന്താണ് രണ്ടാം ഘട്ടം? മറ്റൊന്നുമല്ല, MLA സ്ഥാനം രാജിവെക്കുക എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചില്ല എങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് 3 മാസം, അത് കഴിഞ്ഞ് ഏറ്റവും സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 മാസം. ഈ കാലയളവിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചാ വിഷയമാകും. അദ്ദേഹത്തിന്റെ നിലപാട് ചർച്ചാ വിഷയമാകും. അതുമാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഘട്ടത്തിൽ ഈ പ്രശ്നം സജീവ ചർച്ചയായി വരികയും കോൺഗ്രസിന് വലിയ നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഈ സംഭവം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കാൻ ഇടതുപക്ഷം എല്ലാ ശ്രമങ്ങളും നടത്തും എന്നർത്ഥം. അത് വലിയ നാണക്കേട്, തലവേദന കോൺഗ്രസ് ഉണ്ടാക്കും. അതിൽ നിന്ന് രക്ഷപ്പെടണം. അതിനുള്ള വഴി എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുക. ഇതാണ് വി ഡി സതീശന്റെ ലൈൻ. വി ഡി സതീശന് അതിനൊരു പ്രതികാരവും കൂടിയുണ്ട്. വി ഡി സതീശന്റെ സ്വന്തം അനുജനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ, സഹോദര തുല്യനായിരുന്നു എന്നാണ് എപ്പോഴും പറയാറുള്ളത് വി ഡി സതീശൻ. പക്ഷേ അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടം വന്നപ്പോൾ വി ഡി സതീശനെ തള്ളിപ്പറഞ്ഞു. നിലമ്പൂർ ഇലക്ഷൻ മുതലാണ് നാം അത് കണ്ടത്. നിലമ്പൂരിൽ വി ഡി സതീശന്റെ അനുമതിയില്ലാതെ, വി ഡി സതീശനോട് ചോദിക്കാതെ PV അൻവറുമായി ചർച്ച നടത്താൻ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ. ആര് പറഞ്ഞിട്ട്? മുതിർന്ന നേതാക്കൾ പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരമൊരു നീക്കം നടത്തുമോ? ആ മുതിർന്ന നേതാവ് ആരായിരിക്കണം? മറ്റാരുമല്ല, KC വേണുഗോപാലാണ്. KC വേണുഗോപാലിൻ്റെ പക്ഷത്തേക്ക് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള യുവജന നേതാക്കൾ മാറി. കാരണം അധികാരം അവിടെയാണ് കൂടുതൽ. എല്ലാവരും അങ്ങോട്ട് മാറി. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെട്ടു വി ഡി സതീശൻ. എന്നെ അങ്ങനെ ഒറ്റപ്പെടുത്തി ഇവരാരും നിൽക്കേണ്ടതില്ല, തുടരേണ്ടതില്ല, ഞാൻ കൊടുത്ത സ്ഥാനമാനങ്ങൾ ഞാൻ തന്നെ തിരിച്ചെടുക്കുന്നു എന്ന നിലപാടിലേക്ക് വന്നു വി ഡി സതീശൻ. അതല്ലാതെ യുവനടി, വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, കുടുംബ സുഹൃത്ത്, അവർ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരില്ല. രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീശൻ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നന്നായി അറിയുന്ന യുവനടി റിനി ജോർജ്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ അറിയാതെ ഒരിക്കലും ഇത്തരമൊരു വാർത്താ സമ്മേളനം നടത്തുകയോ അതിൽ ഉറച്ചു നിൽക്കുകയോ നിരന്തരം ടെലിവിഷൻ ചാനൽ ചർച്ച നടത്തുകയോ ചർച്ചയിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്യില്ല യുവനടി. അപ്പോൾ കൃത്യമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അത് വി ഡി സതീശനിൽ നിന്ന് തന്നെയായിരിക്കണം. അവിടെയാണ് തർക്കം തുടരുന്നത്. വി ഡി സതീശന്റെ പിടിവാശിക്ക് മുന്നിൽ ഇനി കേരളത്തിലെ കോൺഗ്രസ് കീഴടങ്ങണമോ? ഈ ചോദ്യം ചോദിക്കുന്നത് വി ഡി സതീശൻ വിരുദ്ധ ഗ്രൂപ്പാണ്. അതിൽ KC വേണുഗോപാൽ മുതൽ താഴോട്ടുള്ള നേതാക്കളുണ്ട്. UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നത്തിൽ എന്തിന് MLA സ്ഥാനം രാജിവെക്കുന്നു എന്ന ചോദ്യം ചോദിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കളുണ്ട്, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുണ്ട്, കോൺഗ്രസ് ഹൈക്കമാൻഡുണ്ട്.
കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു, MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല, ഒരു പരാതിയും രേഖാമൂലം ലഭിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ്. കേരളത്തിലെ KPCC നേതൃത്വം, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട് രാജിവെക്കേണ്ടതില്ല എന്ന്. അതേപോലെ UDF-ലെ ഘടകകക്ഷികൾ എന്തിന് രാജിവെക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ രാജിവെച്ചാൽ അതൊരു കീഴ്വഴക്കമാകും, അത് അപകടകരമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് UDF നേതാക്കൾ. അങ്ങനെയാണെങ്കിൽ കോവളം MLA വിൻസെന്റ് രാജിവെക്കേണ്ടേ? കോൺഗ്രസ് നേതാവല്ലേ? അങ്ങനെയാണെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി രാജിവെക്കേണ്ടേ? കോൺഗ്രസ് നേതാവല്ലേ? രണ്ടുപേർക്കുമെതിരെയും സമാനമായ ആരോപണം ഉയർന്നു വന്നതല്ലേ? രണ്ടുപേരും ജയിലിൽ കിടന്നതല്ലേ? എന്തുകൊണ്ടാണ് ഇവർ രാജിവെക്കാത്തത്? രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ അവരും രാജിവെക്കേണ്ടി വരില്ലേ? അവർക്കെതിരെയും രാജി ആവശ്യം ഉയർന്നു വരില്ലേ? ഈ ചോദ്യം ചോദിക്കുന്നത് കോൺഗ്രസിലെ UDF-ലെ നേതാക്കൾ തന്നെയാണ്. അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കോൺഗ്രസിൽ. എന്ന് വെച്ചാൽ VD സതീശനും VD സതീശ വിരുദ്ധരും രണ്ട് ഭാഗത്ത് അണിനിരന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഉത്തരം കാണാൻ പരസ്പരം അവർ പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആര് ജയിക്കും എന്ന് 2 ദിവസം കഴിയുമ്പോൾ അറിയാം.